നാം എവിടെ നിന്ന് വന്നു, നാം എവിടേക്ക് പോകുന്നു, ഇതൊക്കെ നമ്മെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഞാൻ എവിടെ നിന്ന് വന്നു? ഈ ലോകത്തിന്റെ ചരിത്രം എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇന്നലെ ജനിച്ച ഒരു മനുഷ്യൻ. അതിനു മുമ്പും ഈ ലോകം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയായിരുന്നു? ഞാൻ അതുകൊണ്ട് എവിടെ നിന്നാണ് ഈ ഭൂമിയിലേക്ക് ഞാൻ ജനിച്ച വർഷം ജനിച്ചു വീണത്? എവിടെ നിന്നാണ് ഞാൻ വന്നത്? ഞാൻ എവിടേക്ക് പോകുന്നു? ഞാൻ ജനിച്ചാൽ ഉറപ്പായി ഞാൻ മരിക്കും. മരണശേഷം ഈ ലോകം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എവിടെ പോകുന്നു? ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? ഞാൻ ഉണ്ടാകാതിരുന്നിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമായിരുന്നു? എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ശൂന്യതയുടെയും സ്നേഹരാഹിത്യത്തിന്റെയും മധ്യേ എൻ്റെ ഈ നിസാരമായ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? പ്രിയമുള്ളവരെ, ഈ അടിസ്ഥാനപരമായ ചോദ്യങ്ങളുടെ ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. കാരണം കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയും: ക്രിസ്തു എല്ലാറ്റിനും മുമ്പുള്ളവനാണ്. ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇതാണ് ഉത്തരം. ക്രിസ്തു എനിക്ക് മുമ്പേ ഉള്ളവനാണ്. 18-ാം വാക്യം: അവൻ എല്ലാത്തിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഞാൻ എവിടേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെയാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് യേശുവിന്റെ ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 6-ാം വാക്യം ദൈവം അരുൾ ചെയ്യുന്നു: ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. എൻ്റെ ജീവിതത്തിന്റെ ആരംഭവും എൻ്റെ ജീവിതത്തിന്റെ അവസാനവും യേശു ക്രിസ്തുവിനാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം യേശുനാഥൻ പറയുന്നു: ഞാനാകുന്നു ഉത്ഥാനവും ജീവൻ. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നമ്മുടെ ജീവിതത്തിന്റെ ആരംഭവും ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവുമായ യേശു ക്രിസ്തുവിലാണ് നാം കണ്ടെത്തുന്നത്. അവിടെ നിന്നാണ് യുഗങ്ങളുടെ നാഥനും, അവിടെ നിന്നാണ് എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതൻ. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം അവിടുത്തെ കുരിശിലാണ് നാം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുയരുന്ന ഈ ചോദ്യങ്ങൾക്കെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ ഉത്തരം കണ്ടെത്തുവാനാണ് നാം പരിശീലിക്കേണ്ടത്.